ബിനോയ് നമുക്കൊപ്പം ഉണ്ട്. ബിനോയ് ഇടുക്കിയിൽ നിന്നാണ്. ബിനോയ് നമസ്കാരം, പറഞ്ഞോളൂ ബിനോയ്. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ കട്ടപ്പനയാണോ? ഹലോ, പറയൂ. കേൾക്കാവോ? കട്ടപ്പനക്കാരാണല്ലോ രാവിലെ മുതൽ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെ സാർ, എന്നാന്നറിയോ, ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ഡാം വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയ്ക്കല്ല ഇതിന്റെ ക്ഷതം കൂടുതൽ പറ്റുന്നത്. എന്റെ അഭിപ്രായം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ തമിഴ്നാടിന്റെ പുറകെ നടക്കാതെ ചെപ്പാത്ത്. ഹലോ സാർ, കേൾക്കാവോ? കേക്കൂ. ചെപ്പാത്തി വള്ളക്കടവിന് വരയ്ക്ക് ഒരു ഡാം പണിയാം. 60 ഈ മുല്ലപ്പെരിയാറിൽ 70% വെള്ളം കൊള്ളാവുന്നത്. അത് കേരളത്തിന് ചെയ്യാൻ പറ്റുമല്ലോ. ബാക്കി 30% ഇടുക്കിയിലോട്ട് ഒഴുകി ചെന്ന് കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൽ ഒരു 10-15% വെള്ളമേ ഉള്ളൂ. അതിന് മാത്രം ജാജ്മെന്റ് കയറി അഴിവുണ്ട്. ഈ രാഷ്ട്രീയക്കാരും സർക്കാരും മാറി വരുന്ന സർക്കാരും സപ്പോർട്ട് ചെയ്യുന്നത് തമിഴ്നാടിനെ. അതാ ഇവർ ഇതിന് ശ്രമിക്കാത്തത്. പോകുന്ന മനുഷ്യർക്ക് ബിനോയ് പറഞ്ഞ ഇതാണ്. ഇപ്പോൾ ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതിന് മാത്രമേ തമിഴ്നാടിന് ലീസ് റൈറ്റ് ഉള്ള പാട്ടാവകാശമുള്ള മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതിനെ തമിഴ്നാടിനോട് ചോദിക്കേണ്ടതുള്ളൂ. ചപ്പാത്തിനും വള്ളക്കടവിനും ഇടയ്ക്കൊരു പുതിയ ഡാം നിർമ്മിക്കുന്നതിന് കേരളം തമിഴ്നാടിനോട് ചോദിക്കേണ്ടതല്ലോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, അവിടെ കേന്ദ്രത്തോട് ചോദിക്കേണ്ടി വരും. കേന്ദ്രത്തിൻ്റെ വനനിയമമാണ് ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത്. അതൊരു സാങ്കേതിക തടസ്സമാണ്. പക്ഷേ അത് കേരളവും തമിഴ്നാടും ഒരുമിച്ചിരുന്ന് പരിഹരിക്കേണ്ട പ്രശ്നമാണ്. മാത്രമല്ല, അങ്ങനെ കേരളം ഒറ്റയ്ക്കൊരു ഡാം നിർമ്മിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ചെറുതായിരിക്കില്ല.